ചാപ്റ്റർ 5. ഒന്നുകിൽ അല്ലെങ്കിൽ. അടുത്ത ദിവസം രാവിലെ അമ്മ നേരത്തെ എഴുന്നേറ്റിരുന്നു. അടുക്കളയിൽ പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം അല്പം വേഗത്തിലാണെന്നതുപോലെ തോന്നി. ഇടയ്ക്ക് അമ്മ പെട്ടെന്ന് എന്റെ റൂമിലേക്ക് കയറി വന്ന് ചോദിച്ചു, ഇന്നെവിടെയെങ്കിലും പോകാനുണ്ടോ? ഇല്ല, ഞാൻ മറുപടി പറഞ്ഞു. അമ്മയൊന്ന് നിർത്തി. പിന്നെ പറഞ്ഞു, അവൾ ഇന്നിവിടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനതിന് തയ്യാറായിരുന്നില്ല. ഒറ്റയ്ക്കാണോ വരുന്നത്? ഞാൻ ചോദിച്ചു. അതെ, അമ്മ പറഞ്ഞു. പിന്നെ കൂട്ടിച്ചേർത്തു, നിനക്കിഷ്ടമാണോ എന്ന് ചോദിക്കാൻ അവൾ പറഞ്ഞില്ല. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയില്ല, വേദനയുമില്ല. അവൾ എന്തിന് എന്റെ ഇഷ്ടങ്ങൾക്ക് വില കൽപ്പിക്കണം? ഞാൻ തിരിച്ചും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ചായ കുടിക്കുമ്പോൾ അമ്മ എന്നെ നോക്കി. അമ്മ ആദ്യമായാണ് എന്നെ അങ്ങനെ നോക്കുന്നത്. നീ എന്താ ചെയ്യാൻ ആലോചിച്ചു വെച്ചിരിക്കുന്നത്? അമ്മ ചോദിച്ചു. എന്ത്? ഞാൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു. നിന്റെ ജീവിതത്തെക്കുറിച്ച്, അമ്മ പറഞ്ഞു. അതൊരു ചോദ്യമല്ല, ഒരമ്മയുടെ മനസ്സിന്റെ ആദിയായിരുന്നു. അറിയില്ല, ഞാൻ പറഞ്ഞു. അമ്മ സങ്കടപ്പെട്ടില്ല, ദേഷ്യവും കാണിച്ചില്ല. അറിയില്ല എന്നത് പലപ്പോഴും ഒന്നും ചെയ്യാതിരിക്കാൻ നമ്മൾ കണ്ടെത്തുന്ന ഒരു വഴിയാണ്, അമ്മ പറഞ്ഞു. അത് ഉപദേശമായി തോന്നിയില്ല, ഒരനുഭവം പങ്കുവെച്ചതുപോലെ തോന്നി. അവൾ ഉച്ചയോടെ വന്നു. മഴ പെയ്തിരുന്നില്ല, എന്നാലും അവളുടെ കുട നനഞ്ഞിരുന്നു. വരൂ, അമ്മ പറഞ്ഞു. അവൾ അകത്തേക്ക് വന്നു. ഞാൻ അവളെ നോക്കി, അവൾ എന്നെയും. അത്രമാത്രം. പരസ്പരമൊന്ന് ചിരിക്കുക പോലും ചെയ്തില്ല. അമ്മ ചായ എടുക്കാനെന്ന വ്യാജേന അടുക്കളയിലേക്ക് പോയി. അവിടെ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായി. അമ്മയുടെ ഉദ്ദേശവും അതുതന്നെയായിരുന്നു. എന്തു പറയണമെന്നറിയാതെ അല്പസമയം മൗനം ഞങ്ങൾക്കിടയിൽ വാചാലമായി. എനിക്കവളുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ആ മൗനത്തിനൊടുവിൽ അമ്മ പറഞ്ഞു, നിനക്കെന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന്. അവൾ പറഞ്ഞു. ഞാൻ അമ്മയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു. അത് സത്യമായിരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നില്ല. പിന്നമ്മ കള്ളം പറഞ്ഞതാണെന്നോ? അവൾ ചോദിച്ചു. പിന്നീട് ഞാനത് നിഷേധിക്കാൻ നിന്നില്ല. ഇനി ഇങ്ങനെ തന്നെ പോവാനാണോ ഉദ്ദേശം? അവൾ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു. ഈ പ്രാവശ്യം അതൊരു ചോദ്യം തന്നെയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ചെറുതായി നനവ് പടരുന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ കുറച്ചു സമയം ഒന്നും പറഞ്ഞില്ല. പറയാനായി എന്റെ കയ്യിലൊരു മറുപടിയും ഉണ്ടായിരുന്നില്ലെന്ന് പറയുന്നതാണ് സത്യം. ഇങ്ങനെ തന്നെ തുടരാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ പോയേക്കാം, അവൾ പറഞ്ഞു. അത് ഭീഷണിയായിരുന്നില്ല, ഒരു സത്യം മാത്രം. അവളുടെ മുഖത്തേക്ക് നോക്കാതെ ഞാൻ പറഞ്ഞു. നീ പോകണം എന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടെ നിൽക്കാനും നീ പറഞ്ഞില്ലല്ലോ, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞത് ശരിയായിരുന്നു. ഞാൻ ഒരിക്കലും അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിരുന്നില്ല. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. ഇവിടെ ഒന്നുകിൽ അല്ലെങ്കിൽ എന്നു പറയേണ്ട സമയം വന്നിരിക്കുന്നു. എനിക്ക് ഒന്നിനും മറുപടികൾ ഉണ്ടായിരുന്നില്ല. അല്പസമയത്തെ മൗനത്തിനു ശേഷം അവൾ അമ്മയോട് വിളിച്ചു പറഞ്ഞു, അമ്മേ, ഞാൻ പോകുന്നു. അമ്മ അടുക്കളയിൽ നിന്ന് ഒന്ന് മൂളുക മാത്രം ചെയ്തു. അവൾ പുറത്തിറങ്ങുന്നതിനു മുന്നേ വാതിലിന് സമീപം ഒരു നിമിഷം നിന്നു. നീ വിളിച്ചാൽ ഞാൻ വരും, അവൾ പറഞ്ഞു. അത് അവളുടെ അവസാന ശ്രമമായിരുന്നില്ല, അവളുടെ അവസാന ക്ഷമയായിരുന്നു. വാതിലടഞ്ഞപ്പോൾ അമ്മ അടുക്കളയിൽ നിന്നു വന്നു. ഒന്നും ചോദിച്ചില്ല, മുഖത്തേക്ക് ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ഞാൻ തല താഴ്ത്തി ഉമ്മുറത്തേക്ക് നടന്നു. അച്ഛന്റെ ഓർമ്മകൾ ഇന്നും അധിവസിക്കുന്ന ഉമ്മുറത്തെ ചാരുകസേരയിൽ ചാഞ്ഞിരുന്നു. ഒന്നും തീരുമാനിച്ചില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി തീരുമാനിക്കാതിരിക്കാൻ സാധിക്കില്ല. അത് ഒരു വലിയ ഭാരം പോലെ തോന്നി. ചിന്തകളുടെ ചെങ്ങലയിൽ കുരുങ്ങി ഞാൻ എത്രയോ നേരം അവിടെ തന്നെ ഇരുന്നുപോയി. തുടരും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.